മന്ന വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം. ഇന്നത്തെ വിഷയം ഉണ്ടല്ലോ, ഒരു സൂപ്പർ സംഭവമാണ്. കപ്പ ബിരിയാണി, എനി ടൈം ഫുഡ്. ഇതുപോലെ കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കപ്പയുടെ കൂടെ ഇടുന്ന ഇറച്ചി കഷ്ണങ്ങൾ എല്ലാം അലുത്തു പോകാതെ നല്ല പീസസ് ഒക്കെ കിട്ടുന്ന രീതിയിൽ വേണം ഉണ്ടാക്കാൻ. അതെങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ തന്നെ കാണിച്ചു തരാം. അതിന് 2-3 സ്റ്റെപ്പുണ്ട്. ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഇത്രയും എല്ലിറച്ചി, പോത്തിറച്ചി ഇതുപോലെ നല്ല വലിയ കഷ്ണങ്ങളായത് മേടിച്ച് കഴുകണം. നല്ല വൃത്തിയായിട്ട് കഴുകണം. അത് വൃത്തിയായിട്ട് മഞ്ഞളും ഗോതമ്പ് പൊടിയും ഉപ്പും ചേർത്ത് കഴുകിയെടുത്തത്. പിന്നീട് ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ച് അതിലോട്ട് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് കഴിഞ്ഞ് ആദ്യം ഇത്രയും സവോള അതിലോട്ട് ഇടുക. അതിനുശേഷം അതിലോട്ട് ഉപ്പ്, ആ സവോള വഴന്നു വരാൻ വേണ്ടി ഇത്രയും ഉപ്പിടുക, 1 ടീസ്പൂൺ ഉപ്പിടുക. അതിനുശേഷം ഇത്രയും മീറ്റ് മസാല, ഇത് ഗരം മസാല, മഞ്ഞപ്പൊടി, മുളക് പൊടി ഇത് ചേർത്ത് വഴറ്റുന്ന സമയത്ത് ഇത്രയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് വഴറ്റണം. ആ കൂടെ ഇടാനുള്ളതാണ് ഈ രമ്പയില. ഇത് ഞുറുക്കി അതിലിടുക. ഇത്രയും കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായി വഴന്നു കഴിയുമ്പോൾ ഈ ഇറച്ചി അതിനകത്തിട്ട് തിരുമ്മി എടുക്കണം. അത് തിരുമ്മി ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഇതൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ അത് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുക. ആ മാരിനേറ്റ് ചെയ്തതിന് ശേഷം മാത്രം കുക്കറിലിട്ട് വേവിക്കാം. മാരിനേറ്റ് ചെയ്ത എല്ലിറച്ചി ഒരു 4 മണിക്കൂർ വെച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള മസാലയൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട്, വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇതിനി ഈ കുക്കറിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഒരു 5 വിസിലടിക്കുന്നിടം വരെ വേവിക്കണം. ഇറച്ചിയുടെ ഇരട്ടി കപ്പ എടുത്ത് ഉപ്പിട്ട് വേവിച്ച് എടുത്തിരിക്കുന്നു. അതിനരയ്ക്കാനായിട്ട് തേങ്ങ നല്ലപോലെ ബ്രൗൺ നിറമാവുന്നതോടെ വറുത്ത് ഇറച്ചിക്കൂട്ടും ചേർത്ത് അരച്ചെടുക്കണം. ഇറച്ചി വേവിച്ചത് നല്ല കഷ്ണം ഇതുപോലെ കിട്ടണം, ഉടഞ്ഞു പോകാതെ കിട്ടണം. ഇത്രയും ഇറച്ചി എടുത്താൽ ഇതിൻ്റെ ഇരട്ടി കപ്പ ഇതിലോട്ട് ചേർക്കുന്നു. ഇത് ഉപ്പിട്ട് വേവിച്ചതാണല്ലോ. ഈ കപ്പയ്ക്ക് ആവശ്യത്തിനുള്ള മസാല അരച്ചത്, തേങ്ങ വറുത്തരച്ചതും കൂടെ ചേർത്ത് യോജിപ്പിക്കുന്നു. കപ്പ ബിരിയാണി റെഡിയായി കഴിഞ്ഞു.